താനൂരിൽ വീടിന് പുറത്തിറങ്ങിയ 17-കാരിയെ അമ്മിക്കുട്ടിക്കൊണ്ട് തലക്കടിച്ച് 1.25 പവൻ സ്വർണം കവർന്നു. ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് താനൂരിലെ വീടിന് പുറത്തുള്ള ബാത്റൂമിൽ പോകുവാൻ വേണ്ടി ഇറങ്ങിയ യുവതിയുടെ സ്വർണ്ണാഭരണം കവർന്നത്. സമയം ഒരു 1:30 രാത്രി മോള് ഇവിടെ നമ്മളെ മുട്ടയ്ക്ക് വേണ്ടി വന്നതാണ് ഓഫീസിലെ. അപ്പോൾ രാത്രി 1:30 ഈ സാധനം ഈ അമ്മിക്കുട്ടി ഇതായിട്ടാണ് തലക്കടിച്ച് മോള് അവിടെ വീഴുന്നു. മോള് വീണ് 3 മണിക്കാണ് പിന്നെ മോൾക്ക് ബോധം വരുന്നത്. ഞങ്ങൾ അറിയില്ല. പിന്നെ മഴ പെയ്തപ്പോൾ മോള് അതിൻ്റെ ബോധം വരുന്നത്. നമ്മൾ കൗത്തിയിൽ 1.25 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് മുട്ടിൽ കൊണ്ടുപോയി കളൻ. അപ്പോൾ 1.25 പവൻ സ്വർണം പോയി. അപ്പോൾ മോൾക്ക് നമ്മളെ കൈമിൽ ബ്ലേഡ് വെച്ചിന്, പിന്നെ നമ്മൾ തുടങ്ങിൽ ബ്ലേഡ് വെച്ചിന്, ഇതൊക്കെ നല്ല പരിക്കുണ്ട്. പിന്നെ ഇവിടെയാണ് അടിച്ചുണ്ട്, ഇവിടെ അടിച്ചുണ്ട്. അതായത് അടിച്ചിട്ട് തലക്ക് നല്ല പരിക്കുന്നുണ്ട്. എന്നിട്ട് മുത്ത് നമ്മളെ ഇതിനുള്ളിൽ അടുക്കള കയറി നമ്മൾ ഈ ഇതിൻ്റെ ലൈറ്റ് ഇവിടെ എപ്പോൾ ലൈറ്റ് ഓണാക്കി എടുക്കും. അപ്പം ഇവിടെ ഉള്ളിൽ കയറിയാണ് ലൈറ്റ് ഓഫാക്കിയാണ് ഇത് ചെയ്യുന്നത്. താനൂർ പണ്ടാരംകടപ്പുറം സ്വദേശി ആണ്ടിക്കടവത്ത് മുസ്തഫയുടെ 17 വയസ്സുള്ള മകളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന 1.25 പവൻ സ്വർണ്ണാഭരണമാണ് അമ്മിക്കുട്ടിക്കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കവർന്നത്. ആയുധം ഉപയോഗിച്ചുകൊണ്ട് കൈക്കും കാലിനും മുറിവ് ഏൽപ്പിക്കുകയും ചെയ്തു. യുവതി തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 99 താനൂർ.